ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓരോ ക്രിയേറ്ററുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്ത് ആദ്യത്തെ പേയ്മെന്റ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത്. ഒരു ചാനൽ തുടങ്ങി കഴിയുമ്പോൾ മിക്ക ആളുകളും സിൽവർ പ്ലേ ബട്ടൺ അല്ലെങ്കിൽ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്നുള്ളതിനേക്കാൾ ഉപരി ചാനൽ മോണിറ്റൈസേഷൻ ആക്കി ആദ്യത്തെ പേയ്മെന്റ് വാങ്ങിച്ചെടുക്കുന്നതിലായിരിക്കും ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത മുതൽ നമ്മളിങ്ങനെ എല്ലാവരും ആ ഒരു ഏൺ എന്നുള്ള ഭാഗം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. എത്ര വ്യൂസ് കയറിയിട്ടുണ്ട്, അതിന്റെ വാച്ച് ടൈം ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അവരുടെ ആ ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത ശേഷമായിരിക്കും ആരംഭിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെ കുറിച്ച് കൂടുതൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങൾ ഏൺ എന്നുള്ള ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ട് തരം ക്രൈറ്റീരിയ കാണും. ഇപ്പൊ ചാനൽ മോണിറ്റൈസേഷൻ ആക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരം മോണിറ്റൈസേഷൻ ഉണ്ട്. ഒന്ന് ഹാഫ് മോണിറ്റൈസേഷൻ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ 500 സബ്സ്ക്രൈബറും അതുപോലെ 3000 വാച്ച് ടൈം, അതല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാം. അതല്ല 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ 4000ത്തിന് പകരം 10 മില്യൺ ഷോർട്സ് വ്യൂസ് മതി. അങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആകുക അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ആവുക, അതിനോട് കൂടെ 1000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യത്തിലൂടെ നമുക്ക് വരുമാനം നേടാൻ കഴിയുകയുള്ളൂ. മറ്റേത് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മെമ്പർഷിപ്പ്, അതുപോലെ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, ഈ രീതിയിലൂടെ ആയിരിക്കും റവന്യൂ ലഭിക്കുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റവന്യൂ കുറവായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് ഈ ഒരു ആഡ്സ് കാണിക്കുന്നതിലൂടെയാണ്. അപ്പൊ അതിന് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈം, അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴുള്ള മോണിറ്റൈസേഷനും അതുപോലെ 1000 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോഴുള്ള മോണിറ്റൈസേഷന്റെ സ്റ്റെപ്പ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് കൊണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ ആ ഒരു ക്യാഷ് ബ്ലോക്ക് ആയേക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആവേശം കൂടുതലായിരിക്കും. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി എടുക്കുക എന്നുള്ള രീതിയിൽ പലരും പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ പിന്നീടുള്ള ID വെരിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അതിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പകരം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ളതിലല്ല കാര്യം. അത് മോണിറ്റൈസേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാലും കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ID വെരിഫിക്കേഷന്, ടാക്സ് ഇൻഫർമേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ അഡ്രസ് വെരിഫിക്കേഷൻ, പിൻ വെരിഫിക്കേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഇതിനോട് കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ എന്താ പറയുക, ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ടും വാച്ച് ടൈമിന്റെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്നേക്കാം. കാരണം ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് അനലിറ്റിക്സിൽ കാണിക്കുന്നതല്ല ഇതിൽ കാണിക്കുന്നത് എന്നുള്ളത്. അതിന്റെ മേജർ, അതായത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷോർട്സ് വ്യൂസിൽ നിന്നുള്ള വാച്ച് ടൈം ഏൺ എന്നുള്ള ഭാഗത്ത് കാണിക്കില്ല. പക്ഷെ അത് അനലിറ്റിക്സ് നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കൺഫ്യൂഷനാണ് 99% ആളുകൾക്കും വരാറുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെ കുറിച്ച് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ അവിടെ അപ്ലൈ നൗ എന്ന് കാണാം. അതുവരെ അത് ബ്ലറായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനലിൽ പരസ്യം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. എന്റെ ചാനലിൽ പരസ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ റവന്യൂ എപ്പോഴാണ് ലഭിക്കുക എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു മോണിറ്റൈസേഷന്റെ സ്റ്റെപ്പിൽ യൂട്യൂബുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ആ ഒരു എഗ്രിമെന്റ് എന്താ പറയുക, അപ്രൂവ് ആയി കഴിഞ്ഞ ശേഷം മാത്രമാണ് യൂട്യൂബ് നമുക്ക്
ക്യാഷ് നമ്മുടെ ചാനലിൽ പരസ്യം വരുന്നതിന് ക്യാഷ് തരികയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ വരുമാനം നമുക്ക് തരുന്നതല്ല, അതൊക്കെ യൂട്യൂബ് എടുക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു മോണിറ്റൈസേഷൻ റിക്വസ്റ്റ് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ആ ഒരു ആഡ്സ് കാണിക്കുന്നതിന് മാത്രമാണ് നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതിനു മുന്നേ കിട്ടിയ വ്യൂസിനും നമുക്ക് വരുമാനം ലഭിക്കുന്നതല്ല. ഇന്ന് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു, അത് നാളെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ അപ്രൂവ് ആയ ശേഷം നമ്മുടെ ഏത് വീഡിയോക്കും വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൽ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ എങ്ങനെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യുക. മാത്രമല്ല പലരും ഈ ഒരു സ്റ്റെപ്പ് സ്വന്തമായിട്ട് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്ത് തരണം, ആ ഒരു സർവീസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ക്യാഷ് എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പ് നമ്മൾ ഇവിടുന്ന് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം ഏൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് ടൂളുകൾ കാണാം. അപ്പോൾ ഇതൊക്കെ എനേബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് വരും. ഇവിടെ ആദ്യം നമ്മൾ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. അത് ടിക്ക് ചെയ്ത ശേഷം അക്സെപ്റ്റ് ടേംസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സ്റ്റെപ്പ് 1 ഡൺ ആകുന്നതാണ്. ശേഷം സ്റ്റെപ്പ് 2 ഒരു ആഡ്സൻസ് അക്കൗണ്ടുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്യുകയാണ്. അവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ശേഷം ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജിമെയിൽ ID വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയുന്നതാണ്. അങ്ങനെ വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു പേജ് കാണാം. ഇവിടെ നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. വീണ്ടും അത് ആ ഒരു എഗ്രിമെൻറ്റ് ടിക്ക് ചെയ്ത ശേഷം സെറ്റപ്പ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് വരുന്നതാണ്. ഇവിടെയാണ് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സും നെയിമൊക്കെ ഇവിടെ കൊടുക്കുക. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ലൈൻ 1 ലൈൻ 2 എന്നൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. പിൻകോഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് തന്നെ അവിടെ കൊടുക്കണം. ശേഷം നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റും സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്ത പോലെ അവിടെ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് സ്റ്റേറ്റും സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആഡ്സെൻസ് ആ ഒരു പേജ് ലോഡാകുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോഡാകുന്നതാണ്. നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടും യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് 2 എന്ന സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ പേജ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ സ്റ്റെപ്പ് 2 എന്നുള്ളിടത്ത് ഇപ്പോൾ പ്രോഗ്രസ് എന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചാനൽ ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 24 ഹവേഴ്സിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ 24 ഹവേഴ്സിന് ശേഷം നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പം മോണിറ്റൈസ് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോക്കും ആഡ്സ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വാച്ച് പേജ് ആഡ്സ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാം, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാച്ച് പേജ് ആഡ്സ് ആ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അവിടെ ടേൺ ഓൺ എന്ന് കൊടുക്കുക. അങ്ങനെ ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോക്കൊക്കെ ആഡ്സ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആകുന്നതാണ്. ഇവിടെ അക്സെപ്റ്റ് കൊടുത്ത ശേഷം അക്സെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ 2 ഓപ്ഷൻ വരും. അപ്പോൾ നിലവിൽ നമ്മുടെ എല്ലാ വീഡിയോക്കും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഓൺ ചെയ്യണം. അപ്പോൾ ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് വീഡിയോസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മോണിറ്റൈസ് ഓൾ വീഡിയോസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഷോർട്ട്സ് ഫീഡ് ആഡ്സ് എടുക്കുക, നേരത്തെ ചെയ്ത പോലെ ടേൺ ഓൺ കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക, ശേഷം അക്സെപ്റ്റ് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു സൂപ്പേഴ്സ് എന്നുള്ളതും കൊടുക്കാം. സൂപ്പേഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ
ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സൊക്കെ എനേബിൾ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് റൈറ്റ് സൈഡിൽ കാണാം, ഓരോന്നും എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. കണ്ടൻറ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ മോണിറ്റൈസേഷന് ഓൺ ആയിട്ടുണ്ടോ, വീഡിയോക്കൊക്കെ ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോഴും ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, മോണിറ്റൈസേഷൻ എന്നുള്ളത്. അവിടെയൊക്കെ ഓൺ ആണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ പരസ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. 24 hours നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം വന്നു തുടങ്ങും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുകൊണ്ട് മാത്രം നമുക്ക് വരുമാനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ല. ഇനിയാണ് നമ്മുടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഡ്സെൻസിൽ അഡ്രസ് വെരിഫിക്കേഷൻ, ID വെരിഫിക്കേഷൻ, ടാക്സ് ഇൻഫർമേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുക്കുമ്പോൾ സ്വിഫ്റ്റ് കോഡൊക്കെ നമ്മൾ ബാങ്കിൽ ചോദിച്ചു വാങ്ങണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിറകെ ചെയ്യാനുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് സക്സസ് ആക്കിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നതല്ല. ഇതൊക്കെ ഒരു വൺ ടൈം പ്രോസസ്സാണ്. ഒരിക്കൽ മാത്രം നിങ്ങളുടെ ചാനലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ID വെരിഫിക്കേഷൻ ആണെങ്കിലും അഡ്രസ് വെരിഫിക്കേഷൻ ആണെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഒരു തവണ കൊടുത്താൽ മതി. പക്ഷെ ആ ഒരു കൊടുക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സക്സസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പേയ്മെന്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മാസവും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതാണ്. $100 എപ്പോഴാണോ കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതാണ്. അപ്പോൾ ഇതാണ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, ചിലർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും ഇത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം അതല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തരണം, സർവീസ് വേണം എന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ആ ഒരു മോണിറ്റൈസേഷൻ സ്റ്റെപ്പ് മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഇവിടുന്ന് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.